Good morning, students. Today we are learn about the fourth chapter English, understanding verbs and tenses. ഓക്കെ, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് എന്തൊക്കെ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് വരുന്നത്, ഇംഗ്ലീഷ് ഗ്രാമറിൽ എന്തൊക്കെ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സെന്റൻസിനെ മീനിങ് ഫുൾ ആക്കുന്നതും, അതായത് അതിൽ ഓരോ വേർഡും ചെയ്യുന്ന ഫങ്ഷൻസും മീനിങ് ഫുൾ, അതൊക്കെ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ചിന്റെ സ്ട്രക്ചറിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടൈപ്സ് ഓഫ് പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ അഡ്ജക്റ്റീവ്, പ്രോനൗൺസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ദെൻ ഈ ചാപ്റ്ററിൽ വരുന്നത് വേർബ്സ് ആൻഡ് ടെൻസസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എ കോംപ്രഹെൻസീവ് ഗൈഡ് ഫോർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണേഴ്സ്, റൈറ്റ്? ഓക്കെ, ദെൻ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേർബ് ഫോംസ് ആൻഡ് ടെൻസസ്, എന്തൊക്കെ ഫോംസ് ഓഫ് വേർബ്സ് ഫോം ഉണ്ട്, ടെൻസസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു മൊഡ്യൂളിൽ നോക്കാൻ പോകുന്നത് വേർബിന്റെ എന്തൊക്കെ ഫോംസുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഓക്കെ, ദെൻ ഇൻട്രൊഡക്ഷൻ ടു വേർബ്സ്, അണ്ടർസ്റ്റാൻഡിങ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ സെന്റൻസ്. അപ്പൊ വേർബ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആദ്യം മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ്. വേർബ് എന്ന് പറയുന്നത് ക്രിയയാണ്, അതായത് ആക്ഷൻ ഓഫ് വേർഡ്സ്, നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പം അണ്ടർസ്റ്റാൻഡിങ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ അപ്പൊ എല്ലാ സെന്റൻസിലും ഒരു വേർബ് ആൻഡ് ഉണ്ടായിരിക്കും. അപ്പൊ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നതിൽ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ദെൻ വേർബ് ഫോംസ് നമുക്ക് ഇതിൽ കുറച്ച് പഠിക്കാനുണ്ട്. ദെൻ എക്സ്പ്ലോറിംഗ് ഇൻഫിനിറ്റീവ്സ്, പാർട്ടിക്കിൾസ്, ജെറൻസ് ആൻഡ് മോർ. ദെൻ വേർബ് ടൈപ്സ്, ഡിസ്റ്റിങ്വിഷിംഗ് ബിറ്റ്വീൻ ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ്, റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ്. ടെൻസസ് ആൻഡ് യൂസേജ്, മാസ്റ്ററിംഗ് ദ 12 പ്രൈമറി ടെൻസസ് ഫോംസ് ഇൻ ഇംഗ്ലീഷ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് വേർബിൽ എന്തൊക്കെ ഫോംസ് വരുന്നുണ്ട്, ദെൻ നമ്മൾ ടെൻസസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേർബ് ഫോംസുകൾ വരുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു എക്സ്പ്ലോറിംഗ് ഇൻഫിനിറ്റീവ്സ്, പാർട്ടിക്കിൾസ്, ജെറൻസ്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. ഈ ഒരു ചാപ്റ്ററിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്, നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സെന്റൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അണ്ടർസ്റ്റാൻഡ് വേർബ് ടൈപ്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, റെക്കഗ്നൈസ് ഹൗ ഡിഫറെന്റ് വേർബ് ഓപ്പറേറ്റ് വിത്ത് സെന്റൻസ്. ഒരു സെന്റൻസിൽ വേർബ് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദെൻ ഐഡന്റിഫൈ ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്സ്. എന്താണ് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്സ്, അത് നമുക്ക് നോക്കാം. Determine when verbs require objects and when they stand alone. ഓക്കെ, ഒബ്ജക്റ്റും സബ്ജക്റ്റും ഒക്കെ വരുന്ന ആ സെന്റൻസിൽ വെർബ് ഫോം ചെയ്യുന്നത് ഏത് തരത്തിലാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇൻട്രാൻസീവ് ആൻഡ് ട്രാൻസിറ്റീവ് വെർബ്സിൽ നോക്കാൻ പോകുന്നത്. ദെൻ മാസ്റ്റർ വെർബ് ഫോംസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻസ്. അപ്ലൈ ഇൻഫിനിറ്റീവ് പാർട്ടിസിപ്പിൾസ് ആൻഡ് ജെറൻസ് കറക്റ്റ്ലി ഇൻ റൈറ്റിംഗ് ആൻഡ് സ്പീച്ച്. എന്താണ് ഇൻഫിനിറ്റീവ്സ്, എന്താണ് പാർട്ടിസിപ്പിൾസ് ആൻഡ് എന്താണ് ജെറൻസ്, അതൊക്കെ എന്താണ് വെർബിന്റെ ഓരോ ഫോംസുകളാണ്. അപ്പൊ അതൊക്കെ എന്താണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതൊക്കെ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഒരു സെന്റൻസിൽ അത് ഇൻഫിനിറ്റീവ് വേർബ്സ് ആണ്, അല്ലെങ്കിൽ അത് ജെറൻസ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, ഇൻട്രാൻസിറ്റീവ് ആണ്, റെഗുലർ വേർബ്സ് ആണ് എന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാം. അപ്ലൈ ഓൾ ടെൻസസ് വിത്ത് precision, use the correct tense for each communication context. നമ്മളൊരു സെന്റൻസിൽ എന്ത് ചെയ്യണം, ഒരു കറക്റ്റ് ടെൻസസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെന്റൻസ് എന്താവുള്ളൂ, ഒരു കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പൊ എന്തൊക്കെ ടെൻസസ് ഉണ്ട്, എന്തൊക്കെ വേർബ്സ് ഫോംസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ്സിൽ ഈ ഒരു ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദ പവർ ഓഫ് വേർബ്സ്. എന്താണ്? Verbs are the engine of sentence expressing action we perform, run, eat, study. States of being exist, seem, appear, occurrence that happen, rain, snow occur. Without a verb, a sentence cannot be complete. Verbs allow use to communicate what is happening, when it happening, who is performing the action. അപ്പൊ എന്താണ് verbs? Verbs എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന ഫീലിങ്സ് കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, verbs എന്ന രീതിയിൽ പറയുന്നത്. അപ്പം റൺ,
ഈറ്റ്, സ്റ്റഡി, ജംപ് അതൊക്കെ എന്താണ്? വേർബ്സ് ആണ്. എന്തൊക്കെയാ വരുന്നത്? റൺ, ഈറ്റ്, സ്റ്റഡി ഇതൊക്കെ എന്താണ് വരുന്നത്? വേർബ്സിന്റെ പ്രവൃത്തി. നമ്മളിപ്പം ഷീസ് റണ്ണിങ്, ഷീസ് ജംപ് അങ്ങനെയൊക്കെ ആ ഒരു സെന്റൻസിൽ വരുന്നതാണ് പ്രവൃത്തി. അതായത് സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത് അതാണ് പ്രവൃത്തിയായിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്കറിയാം. ആദ്യം നമ്മൾ നോക്കുന്നതാണ് ഒരു സെന്റൻസ് ഫുൾ ആവണമെങ്കിൽ അതിന് സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, വേർബ് ഉണ്ടായിരിക്കണം, ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. അതിൽ വേർബ് എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്. സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വേർബ് എന്ന് പറയാം. പ്രവൃത്തി അല്ലെങ്കിൽ ക്രിയ. ഓക്കെ, then verb forms overview. Infinitives. എന്താണ് ഇൻഫിനിറ്റീവ് വേർബ് എന്ന് പറയുന്നത്? ഇൻഫിനിറ്റീവ് വേർബ് എന്ന് പറയുന്നത് വേർബിന്റെ ബേസ് ഫോമിനെയാണ് നമ്മൾ ഇൻഫിനിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. ബേസ് ഫ്രം, വിത്ത്, ടു, വർക്ക്, ടു ഈറ്റ്, ടു ബി. അപ്പൊ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇൻഫിനിറ്റീവ് വേർബ്സിൽ എന്തുണ്ടായിരിക്കും? ടു ഉണ്ടായിരിക്കും. എന്തുണ്ടായിരിക്കും? ടു വെച്ചിട്ടായിരിക്കും ആ വേർബ് ഫോം വരുന്നത്. ടു ഈറ്റ്, to learn, to run, to dance, to play, to study ഇതൊക്കെയാണ് എന്ത് വരുന്നത്? വേർബിന്റെ ഇൻഫിനിറ്റീവ് ബേസ് ഫോം ആണ്. അതായത് നമ്മൾ അതിന്റെ കൂടെ വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. എന്താണോ വേർബിന്റെ ഫസ്റ്റ് ഫോം എന്താണോ അതാണ് നമ്മൾ ടു വെച്ചിട്ടായിരിക്കും ഇൻഫിനിറ്റീവ് വേർബ്സിൽ നോക്കുന്നത്. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണേ, ടു വരുന്ന വേർബ് ഫോം ഒക്കെ എന്താണ്? ഇൻഫിനിറ്റീവ് ആണ്. അതായത് വേർബിന്റെ ബേസ് ഫോം ആണ് വരുന്നത്. അപ്പൊ ടു റൺ, ഓക്കെ, ടു റൺ, ടു ഈറ്റ്, ടു സ്റ്റഡി, ടു ഡാൻസ്, ടു ജംപ് ഇതൊക്കെ എന്താണ്? ഇൻഫിനിറ്റീവിന്റെ ബേസ് ഫോം ആണ്. അപ്പൊ എന്താണ് ഇൻഫിനിറ്റീവ് വേർബ് എന്ന് പറയുന്നത്? ഇൻഫിനിറ്റീവ് വേർബ് ഈസ് ദ ബേസ് ഫോം ഓഫ് എ വേർബ്. ഇറ്റ് ഈസ് ഓഫ്റ്റൻ യൂസ്ഡ് വിത്ത് ദ വേർഡ് ടു ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ടു മുന്നേ ചേർക്കുന്നതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ടു ചേർക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ഇൻഫിനിറ്റീവ് വേർബ് എന്ന് പറയും. എന്താണ്? ഇൻഫിനിറ്റീവ് വേർബ് എന്ന് പറയും. ഓക്കെ, then next regular and irregular verbs. എന്താണ് റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ്? പാറ്റേൺ ഫോളോയിങ് വേഴ്സസ് യൂണിക് ഫോംസ്. പ്ലേ, പ്ലേഡ്, ഗോ, വെന്റ്. അതായത് റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇ ചേർക്കുന്നത്, അതായത് സെക്കൻഡ് ഫോം, വേർബിന്റെ സെക്കൻഡ് ഫോം, ഗോ, ഗോൺ, വെന്റ് അങ്ങനെയാണല്ലോ നമ്മൾ വേർബ് ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം അങ്ങനെ വരുന്നത്. അതിൽ നമ്മൾ ചേർത്തിട്ട് വരുന്നതിനെയാണ്, അതായത് വേർബിന്റെ സെക്കൻഡ് ഫോം ചേർത്ത് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സിൽ വരുന്നത്. അതിന് മുന്നേ നമ്മൾ ഇൻഫിനിറ്റീവ്സ് പറഞ്ഞു. ഇൻഫിനിറ്റീവ് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്നതാണ്. ടു വരുന്നത്, അതായത് ഒരു വേർഡിൽ ടു വരുന്നതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ടു റീഡ് ഈസ് ഫൺ, ടു റീഡ് ഈസ് ഫൺ. അപ്പൊ ഇതിൽ എന്താണ്? ടു റീഡ് കണ്ടോ? നിങ്ങൾ കണ്ടോ? ടു റീഡ് ഈസ് ഫൺ. അപ്പൊ ഇതിൽ വരുന്നത് എന്താണ്? ടു വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ ടു വരുന്നതിനെ നമുക്ക് എന്ത് പറയാം? ഇൻഫിനിറ്റീവ് വേർബ്സ് എന്ന് പറയാം. ടു വരുന്നതിനെ നമുക്ക് ഇൻഫിനിറ്റീവ് വേർബ്സ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് എന്താണ്? ബെയർ ഇൻഫിനിറ്റീവ്സ് ഉണ്ട്. അപ്പൊ ബെയർ ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? ടു ചേർക്കാണ്ട് പറയുന്നതിനെയാണ് നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത്. എന്താണ് ബെയർ ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത്? എന്താണ്? ടു ചേർക്കാണ്ട് നമ്മൾ ഒരു സെന്റൻസിനെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ടു ചേർക്കാണ്ട് ഒരു പ്രവൃത്തി, ഒരു വേർബ് ഫോം വരുന്നതിനെ നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നു. അതിപ്പോ നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ മെയ്ഡ് മീ ക്രൈ. എന്താണ്? ഫോർ എക്സാമ്പിൾ നോക്കാം. ഷീ മെയ്ഡ് മീ ക്രൈ. ഷീ മെയ്ഡ് മീ ക്രൈ. എന്താണ് ഇതില് വരുന്നത്? ഷീ മെയ്ഡ്. എന്താണ്? ഷീ മെയ്ഡ്. അത് നമ്മൾ ടു യൂസ് ചെയ്തിട്ടില്ല. അതാണ് ബെയർ ഇൻഫിനിറ്റീവ് ഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം പ്രസന്റ് പാർട്ടിസിപ്പിൾസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രസന്റ് പാർട്ടിസിപ്പിൾസ്? എങ്ങനെയാ വരുന്നത്? വേർബ് ഫോമിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾസ് നമുക്ക് നോക്കാം. വേർബ് പ്ലസ് ING ഫോം വരുന്നതിനെയാണ് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾസ് എന്ന് പറയുന്നത്. എന്താണ്? ഇപ്പം വേർബിന്റെ വേർബ് ഫോമിന്റെ കൂടെ ING എന്താണ് വരുന്നത്? ING ഫോം വരുന്നതിനെ നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾസ് എന്ന് പറയുന്നു. അതായത് റണ്ണിങ്,
ജമ്പിങ്, വാക്കിംഗ്, ഈറ്റിംഗ്, ഇതൊക്കെ എന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾസ് ആണ് വരുന്നത്. എന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾസിലാണ് വരുന്നത്. അപ്പൊ നോക്കാം, വെർബ് പ്ലസ് ING ഫോം, വാക്കിംഗ്, ഈറ്റിംഗ്, ബീയിങ്, ഇതൊക്കെ എന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾസ്. ING ഇപ്പൊ വെർബിന്റെ ഫസ്റ്റ് ഫോമിന്റെ കൂടെ ING ഫോം വരുന്നതിനെയാണ് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾസ് എന്ന് പറയുന്നത്. ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾസ് എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾസ് എന്ന് പറഞ്ഞാല് കഴിഞ്ഞു പോയിട്ടുള്ളതിനെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾസ് എന്ന് പറയാ. അതിൽ ED അല്ലെങ്കിൽ ഇറഗുലർ ഫോംസ്, അപ്പൊ വോക്ക് ആണെങ്കിൽ വോക്ക്ഡ്, ഈറ്റൺ ആണെങ്കിൽ ഈറ്റൺ, ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ ആണ് വരിക. അപ്പൊ തേർഡ് ഫോം ആണ് വരുന്നത്. ED ആണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ ആഡ് ചെയ്യുന്നത്. ബീൻ. ഓക്കെ, ഇതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾസ് വരുന്നത്. പിന്നെ ജെറൻസ് ആണ്. ജെറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ING നൗണിന്റെ കൂടെ ING ഫോം യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജെറൻസ് എന്ന് പറയുന്നത്. ING ഫോം യൂസ്, വാക്കിംഗ് ഈസ് ഹെൽത്തി, ഇതൊക്കെയാണ് ജെറൻസിൽ വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാം. ഇൻഫിനിറ്റീവ് എന്താണ്, റെഗുലർ ആൻഡ് ഇറഗുലർ വെർബ്സ് എന്താണ്, പ്രസന്റ് പാർട്ടിസിപ്പിൾസ് എന്താണ്. പ്രസന്റ് പാർട്ടിസിപ്പിൾസിൽ ING ഫോം ആണ് വരിക. പ്രസന്റ് പാർട്ടിസിപ്പിൾസിൽ എന്താ വരിക? ING ഫോം. ദെൻ പാസ്റ്റ് കഴിഞ്ഞു പോയത് പറയുമ്പോൾ നമ്മൾ വെർബിന്റെ തേർഡ് ഫോമോ അല്ലെങ്കിൽ സെക്കൻഡ് ഫോം സെന്റൻസിനനുസരിച്ചാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ നമ്മൾ ED ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ജെറൻസ് ആണ്. ജെറൻസിൽ എന്താ വരുന്നത്? നൗണിന്റെ കൂടെ നമ്മൾ ING ഫോം യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജെറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. Okay, infinitive, the base form. What are infinitives? The infinitive is the base form of the verb, usually preceded by to. ഞാനിത് ഒന്നുകൂടെ പറയാണ്. ടു വോക്ക്, ടു സ്പീക്ക്, ടു അണ്ടർസ്റ്റാൻഡ്. ഈ ടു വരുന്നതിനെയൊക്കെ നമ്മൾ എന്താണ് പറയുക? ഇൻഫിനിറ്റീവ് വെർബ്സ് ആണ് പറയുക. The functions of infinitive as a subject to learn is essential. As an object, she wants to succeed. As an adverb, he came to help. As a qualifier, to be honest, I disagree. ഇതൊക്കെ എന്താണ്? എക്സാമ്പിൾസ് ആണ് ഇൻഫിനിറ്റീവ്സിന്റെ. ടു വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. എവിടേക്കാണ് ഇതിൽ ടു വരുന്നത് നോക്കൂ. ടു ലേൺ വരുന്നുണ്ടോ? To learn, she wants to succeed, he came to help, be honest. ഇതൊക്കെ എന്താ? ടു വരുന്ന വെർബിന്റെ ഫസ്റ്റ് നമ്മൾ ടു യൂസ് ചെയ്യുന്നതിനെയാണ് ഇൻഫിനിറ്റീവ് വെർബ്സ് എന്ന് പറയുന്നത്. Then where infinitives without to appear after certain verbs. ടു യൂസ് ചെയ്യാണ്ട് വെർബിനെ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ വേർ ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത്. ലെറ്റ് ഹെർ ഗോ, ഐ സോ ഹിം റൺ, യു മസ്റ്റ് ട്രൈ, ഹെൽപ്പ് മീ ക്യാരി ദീസ്, ഷീ മെയ്ഡ് മീ ക്രൈ. ഞാൻ പറഞ്ഞു നേരത്തെ, ഇതൊക്കെ ടു യൂസ് ചെയ്യാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ്സ് ഫോം ആണ്. അപ്പൊ അതിനെ നമ്മൾ വേർ ഇൻഫിനിറ്റീവ്സ് ഫോം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. Then next, participles, verb as adjectives. എന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾസിൽ നമ്മൾ പറഞ്ഞു ING ഫോം യൂസ് ചെയ്യണം. വെർബിന്റെ ബേസ് ഫോമിന്റെ ഒപ്പം നമ്മൾ ING ഫോം യൂസ് ചെയ്യണം. എക്സ്പ്രസ് ഓൺഗോയിങ് ആക്ഷൻ ഓർ സ്റ്റേറ്റ്സ്. The crying baby needs attention. Cry. ING ഫോം യൂസ് ചെയ്തില്ലേ നമ്മൾ? അതിനെയാണ് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾസ് എന്ന് പറയാം. അതിന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ING ഫോം യൂസ് ചെയ്യണം. ഷീ സോ എ സ്റ്റാർ ഫോളിങ് ഫ്രം ദ സ്കൈ. ഫോളിങ്, അതെന്താണ്? ING പ്രസന്റ് പാർട്ടിസിപ്പിൾസ് ആണ് വരുന്നത്. Then boiling water bubbled vigorously. Then boiling കേട്ടോ. ഇതാണ് പ്രസന്റ് ING ഫോം. വെർബിന്റെ കൂടെ ING ഫോം യൂസ് ചെയ്യുന്നതിനെ നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾസ് എന്ന് പറയുന്നു. ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾസ്, കഴിഞ്ഞു പോയതിന് കൂടെ നമ്മൾ എന്താണ് ചേർക്കുന്നത്? ED അല്ലെങ്കിൽ EN, അതായത് വെർബിന്റെ സെക്കൻഡ് ഫോം അല്ലെങ്കിൽ തേർഡ് ഫോം, അത് സെന്റൻസിനനുസരിച്ചായിരിക്കും വരുന്നത്. ഓക്കെ, ED അല്ലെങ്കിൽ EN ആണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾസിൽ യൂസ് ചെയ്യുന്നത്. എക്സ്പ്രസ് കംപ്ലീറ്റഡ് ആക്ഷൻ ഓർ റിസൾട്ടിംഗ് സ്റ്റേറ്റ്സ്. ദ ബ്രോക്കൺ വേഴ്സ് ലേ ഓൺ ദ ഫ്ലോർ. ഷീ വോർ എ ഹാൻഡ് മെയ്ഡ് ഡ്രസ്. The written letters was delivered yesterday. ഇതിലെന്താ വരുന്നത്? ബ്രോക്കൺ, ഹാൻഡ് മെയ്ഡ്, റിട്ടൺ, ഇതൊക്കെ എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾസ് ആണ്. എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾസ് ആണ്. ബോത്ത് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് function as adjective describing nouns by showing their state or condition. എന്താണ് പറയുന്നത്?
adjective describing noun-ന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് adjective. അപ്പൊ ഇതിൽ adjectives participles വരുന്ന adjectiveന്റെ കൂടെ നമ്മൾ ed or ing ചേർക്കുന്നതിനെ past participles എന്ന് പറയുന്നു. അപ്പം ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ നോക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് participles in action in continuous tense. എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫ്രം കണ്ടിന്യൂസ് ടെൻസ് വിത്ത് ഹെൽപ്പിംഗ് വേർഡ്സ്. ഹെൽപ്പിംഗ് വേർഡ്സ് ആൻഡ് ആക്ഷൻ ഹാപ്പനിങ് റൈറ്റ് നൗ കണ്ടിന്യൂസ്. നമ്മൾ അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിനെ അതിനെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ഫോർമുല എന്താണ് വരുന്നത്? സബ്ജക്റ്റ് പ്ലസ് സബ്ജക്റ്റ് വരുന്നുണ്ട്. സബ്ജക്റ്റ് പ്ലസ് ആം ഈസ് ആർ. എന്താണ്? ആം ഈസ് ആർ പ്ലസ് ing ഫോം. ഇതാണ് എന്ത് വരുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോർമുല വരുന്നത് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ആം ഈസ് ആർ പ്ലസ് ing. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോർമുല വരുന്നത്. സബ്ജക്റ്റ് ആം ഈസ് ആർ പ്ലസ് ing ഫോം വരുന്നതിനെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഐ ആം റീഡിങ് എ ബുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഷി വാസ് കുക്കിംഗ് ഡിന്നർ. ഷി വാസ് കുക്കിംഗ് ഡിന്നർ. അതെന്തായി? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറി. അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ചെയ്യുന്നതുമായിട്ട് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ എന്താ വരുന്നത്? ഷി വാസ് കുക്കിംഗ് ഡിന്നർ. നമ്മൾ എന്താ അവിടെ യൂസ് ചെയ്ത? ആമീസ് വാസ് ആണ്. വാസ് അവർ വേർ. അതാണ് നമ്മൾ യൂസ് ചെയ്യുക പാസ്റ്റ് കണ്ടിന്യൂസ്ലി വരുമ്പോ. വാസോ അല്ലെങ്കിൽ വേറോ ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഷി വാസ് കുക്കിംഗ് ഡിന്നർ അതെന്താ വരുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ് ആ വരുന്നത്. ദേ വിൽ ബി ട്രാവലിംഗ് ടുമോറോ. ദേ വിൽ ബി ട്രാവലിംഗ് ടുമോറോ. അതെന്താ വരുന്നത്? അതായത് ഇപ്പം പോയിട്ടില്ല, ട്രാവൽ ചെയ്തിട്ടില്ല, ഇപ്പം ചെയ്തിട്ടില്ല, മുന്നേ ചെയ്തിട്ടില്ല, പോകുന്നേ ഉള്ളൂ, ട്രാവൽ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതെന്താണ്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് വരുന്നത്. അപ്പൊ ഫ്യൂച്ചർ കണ്ടിന്യൂസ്ലി ഇവിടെ യൂസ് ചെയ്ത ഫോം എന്താണ്? വില്ലാണ് നമ്മൾ യൂസ് ചെയ്തത്. എന്താണ്? വില്ല് യൂസ് ചെയ്ത് അത് ഓർത്തോളൂ. അതെന്താണ് വരുന്നത്? ഫ്യൂച്ചർ ടെൻസ് ആണ് വരുന്നത്. വില്ല് എന്താണ്? അതായത് ഇപ്പൊ ചെയ്തോണ്ടിരുന്നിട്ടില്ല, ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അതിനെന്താ പറയുന്നത്? ഫ്യൂച്ചർ ടെൻസ് ആ വരുന്നത്. അപ്പൊ പാർട്ടിസിപ്പിൾ ഇൻ ആക്ഷൻ എന്താണ് പറഞ്ഞത്? കണ്ടിന്യൂസ് ടെൻസ് പറഞ്ഞു. കണ്ടിന്യൂസ്ലി നമ്മൾ എന്താ പറഞ്ഞത്? സബ്ജക്റ്റിന്റെ കൂടെ ആം ഈസ് ആർ പ്ലസ് ing ഫോം യൂസ് ചെയ്യുന്നതിനെ നമ്മൾ കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നു. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസിൽ എന്താണ്? ഷി വാസ് കുക്കിംഗ് ഡിന്നർ. അവള് മുന്നേയും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് പറയുന്നത്. അതിനെ നമ്മൾ വാസോ അല്ലെങ്കിൽ വേറോ ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഷി വാസ് കുക്കിംഗ് ഡിന്നർ. അപ്പൊ വാസ് കണ്ടാൽ ഓർത്തോളൂ, അത് പാസ്റ്റ് ആണ്. ഓക്കെ. Then they will be traveling tomorrow. They will be traveling tomorrow. will യൂസ് ചെയ്താൽ ഓർത്തോളൂ, അതെന്താണ്? ഫ്യൂച്ചർ കണ്ടിന്യൂസ്, അതായത് ഇത് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയാം. ഇൻ പെർഫെക്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫ്രം പെർഫെക്റ്റ് ടെൻസസ് വിത്ത് ഹാവ് എന്താ യൂസ്? ഐ യു ദേ വി. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം ആണ് ഹാവ്, ഹാസ്. ഓക്കെ. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. അതെന്താണ്? പ്രസന്റ് പെർഫെക്റ്റിൽ വരുന്നതാണ്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഷീ ഹാഡ് ലിവ്ഡ് ദീസ് ഫോർ ഇയേഴ്സ്. പാസ്റ്റ് പെർഫെക്റ്റ് ആ വരുന്നത്. പാസ്റ്റിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഹാസ്. ഷീയോ ഹിയോ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം എന്താണ്? ഹാഡ് ആണ്. ഷിയോ ഹി ഇറ്റ് ദേ അത് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം ഹാഡ് ആണ്. ഓക്കെ. ഐ യു ദേ വി ഇതിൽ നമ്മൾ യൂസ് ചെയ്യുക ഹാവോ, അത് ഹാസോ. ഹാവോ ഹാസോ ആണോ നമ്മൾ യൂസ് ചെയ്യുക? ഷീ ഹി ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഹാഡ് ആണ് യൂസ് ചെയ്യുക വെർബിന്റെ കൂടെ. ഓക്കെ. ദേ വിൽ ഹാവ് അറൈവ്ഡ് ബൈ നൂൺ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് വരുന്നത്. വിൽ ഹാവ്, വിൽ ബി ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് വരുന്നത്. ഓക്കെ. Then participles in passive voice. Passive participle are essential for forming passive voices construction. Active, the chef prepared the meal. Passive, the meal was prepared by the chef. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്.
അപ്പൊ ഓക്കെ, ഇത് ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് അടുത്തൊരു ചാപ്റ്റർ പാസീവ് വോയിസിന്റെയും ആക്റ്റീവ് വോയിസിന്റെയും തന്നെ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതെന്താണ് പാസീവ് വോയിസ് ആൻഡ് ആക്റ്റീവ് വോയിസ് എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു പാർട്ടിസിപ്പിൾസ് ഇൻ ആക്ഷൻ ടെൻസസ് 12 ഫോംസ് ഓഫ് ടെൻസസ് ഉണ്ട്. അതിൽ വരുന്ന പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഇതിനെ തന്നെ നമ്മൾ 4 ഘട്ടങ്ങളായിട്ട് തിരിച്ച് ടോട്ടൽ 12 ടെൻസസ് ആണ് ഇംഗ്ലീഷിലുള്ളത്. അപ്പൊ അതിന്റെ ഓരോന്നായിട്ട് നമുക്ക് നോക്കിയെടുക്കാം. ഓക്കെ ഓക്കെ ഇത് നെക്സ്റ്റ് ജെറൻസ്. ജെറൻസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ജെറൻസ് എന്നുള്ളത്? ജെറൻ ഈസ് എ verb plus ing that act as a noun in a sentence. അതായത് നൗണിന്റെ കൂടെ, വേർബിന്റെ കൂടെ ഒരു ing ഫോം യൂസ്ഡ് ആസ് എ നൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജെറൻസ് എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ വരുന്നത് നമുക്ക് നോക്കാം. എന്താണ് ജെറൻസിന്റെ സ്ട്രക്ചർ വരുന്നത്? വേർബിന്റെ കൂടെ verb plus ing is equal to use as noun. എന്താണ്? വെർബിന്റെ കൂടെ ing ഫോം, അതായത് ആ സെന്റൻസിൽ എന്തായിരിക്കും? ഒരു നൗണും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം എന്താണ്? ഒരു എക്സാമ്പിൾ പറയാം. ഈറ്റിംഗ് ഈസ് ഫൺ. ഒരു ജെറൻഡ് ആണ്. ഈറ്റിംഗ് ഈസ് ഫൺ. നോക്കാം. ഈറ്റിംഗ് ഈസ് ഫൺ. ഇതില് ഇതൊരു ജെറൻഡ് ആണ് കേട്ടോ. ഇതൊരു ജെറൻഡ് ആണ്. എന്താണ്? ഈറ്റിംഗ് ഈസ് ഫൺ. അപ്പം ജെറൻഡിന്റെ കൂടെ വേർബ് പ്ലസ് ing, അതായത് ദിസ് ലുക്ക് ലൈക്ക് എ വേർബ് ബട്ട് വേർഡ്സ് ലൈക്ക് എ നൗൺ. അതൊരു നൗണിനെ വിശേഷിപ്പിക്കുന്ന രീതിയിലാണ് വരിക, പക്ഷെ അതൊരു വേർബ് ഫോം ആയിരിക്കും. അതാണ് നമ്മൾ ജെറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേറെ എക്സാമ്പിൾസും കൂടെ നോക്കാം കേട്ടോ. സോറി, ഐ ലൈക്ക് റീഡിങ്. ഇതൊരു ജെറൻഡ് ആണ്. അപ്പൊ നൗണിനെ വിശേഷിപ്പിക്കുന്ന രീതിയിലാണ് വരിക, പക്ഷെ ആക്ച്വലി ഇത് എന്താണ്? ഒരു വേർബ് ഫോം ആണ്. സ്വിമ്മിങ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. സ്വിമ്മിങ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ഇതെന്താണ്? ജെറൻസിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പൊ വേർബിന്റെ കൂടെ ing ഫോം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുക? ജെറൻസ് കിട്ടുക. നോക്കുമ്പം ഇതെന്താണ്? ഒരു വേർബ് സെന്റൻസ് ആണ്, പക്ഷെ നമ്മളത് നൗൺ, നമുക്ക് അത് യൂസ് ചെയ്യുന്നത് ഒരു വേർബ് ഫോം ആണെങ്കിലും അത് ലൈക്ക് ഒരു നൗൺ പോലെ ആണ് അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ജെറൻസ്. വാട്ട് ആർ ജെറൻസ്? ജെറൻസ് ആർ വേർബ് ഫോംസ് ദാറ്റ് എൻഡ് ഇൻ ing ആൻഡ് ഫങ്ഷൻ ആസ് നൗൺ ഇൻ സെന്റൻസ്. ഓക്കെ, നൗണിന്റെ കൂടെ നമ്മൾ ing ഫോം, അല്ലെങ്കിൽ അത് ലുക്ക് ലൈക്ക് ഒരു നൗൺ തന്നെയാണ്, പക്ഷെ നമ്മൾ അതിന്റെ വേർബ് പ്രക്രിയയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്വിമ്മിങ്, റീഡിങ്, ഫ്ലൈയിങ്, പെയിന്റിങ്, അതൊക്കെ എന്താണ്? നമ്മൾ വേർബിന്റെ കൂടെ ing ഫോം യൂസ് ചെയ്യുന്നതിന് ജെറൻസ് എന്ന് പറയുന്നു. ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് ട്രാൻസിറ്റീവ് വേഴ്സസ് ഇൻട്രാൻസിറ്റീവ് വേർബ്സ്? എന്താണ് ട്രാൻസിറ്റീവ് വേർബ്സ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. ട്രാൻസിറ്റീവ് വേർബ്സ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസിറ്റീവ് വേർബ് ഈസ് എ വേർബ് ദാറ്റ് നീഡ്സ് ആൻ ഒബ്ജക്ട് ടു കംപ്ലീറ്റ് ഇറ്റ്സ് മീനിങ്. അതായത് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിനൊരു ഒബ്ജക്റ്റ് എന്തായാലും ഉണ്ടായിരിക്കണം. അതാണ് ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്താണ്? ട്രാൻസിറ്റീവ് വേർബ്സിന്റെ സ്ട്രക്ചർ എന്താ വരുന്നത്? സബ്ജക്റ്റ് പ്ലസ് verb പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് SVO. എന്താണ്? SVO. ഇത് നമ്മൾ ഒരു സെന്റൻസിലെ മെയിൻ ഇതാണ്. SVO. S എന്ന് പറയുന്നത് സബ്ജക്റ്റ്, verb എന്ന് പറയുന്നത് ക്രിയ, ഒബ്ജക്റ്റ് ഒരു വസ്തുത. അതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആണെങ്കിൽ സബ്ജക്ട് SVO,
അത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്, ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ക്രിയ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് സ്ട്രക്ചർ വരുന്നത്? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഷീ ബോക്ഡ് എ ന്യൂ കാർ, ദേ സെൻഡ് എ ലെറ്റർ, ഐ മേഡ് ഡിന്നർ. അതൊക്കെ എന്താണ്? ഇതിൽ എന്ത് വരുന്നുണ്ട്? സബ്ജക്റ്റ് വരുന്നുണ്ട്, ഒബ്ജക്റ്റ് വരുന്നുണ്ട്, ദെൻ വേർബ് വരുന്നുണ്ട്. ഷീ, ഇതിൽ ഷീ ആണ് ഇതിൽ സബ്ജക്ട്. ഷീ സബ്ജക്റ്റ് ആണ്, ദേ സബ്ജക്റ്റ് ആണ്, ഐ സബ്ജക്റ്റ് ആണ് അല്ലെ? ഓക്കെ. ഷീ ബോക്ഡ് എ ന്യൂ കാർ. ബോക്ഡ് എന്താണ്? ഒരു വേർബ് ആണ്. എ ന്യൂ കാർ ഇതിൽ ഒബ്ജക്ട്. സെൻഡ് വേർബ് ആണ്, ലെറ്റർ ഒബ്ജക്റ്റ് ആണ്, ഐ മെയ്ഡ് വേർബ് ഇത് ഒബ്ജക്റ്റ്. അങ്ങനെ ഒരു സെന്റൻസിൽ SVO ഉണ്ടെങ്കിലേ ആ സബ്ജക്റ്റ് എന്താവുള്ളൂ? കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾ നോക്കാം. ഷീ റീഡ്സ് എ ബുക്ക്. ഷീ റീഡ്സ് എ book. Okay. He ate an apple. He ate an apple. അപ്പോൾ ഷീ എന്താണ് ഇതില്? സബ്ജക്റ്റ് ആണ്. റീഡ്സ് എന്താണ്? ഒബ്ജക്റ്റ് വേർബ് ആണ്. എ ബുക്ക് ഒബ്ജക്റ്റ് ആണ്. ഹി എന്താണ്? സബ്ജക്റ്റ് ആണ്. എയ്റ്റ് എന്താണ്? വേർബ് ആണ്. ആൻ ആപ്പിൾ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. ഇതാണ് വരുന്നത്. ഒരു സെന്റൻസിനെ കംപ്ലീറ്റ് ആവാൻ ആ സെന്റൻസിൽ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, വേർബ് ഉണ്ടായിരിക്കും ആൻഡ് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും നോക്കാം. ദെൻ വാട്ട് ഈസ് ഇൻട്രൻസിറ്റീവ് വേർബ്? എന്താണ് ഇൻട്രൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്? കംപ്ലീറ്റ് വിത്തൗട്ട് ആൻ ഒബ്ജക്റ്റ്. അതായത് ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് യൂസ് ചെയ്യാതെ നമ്മൾ ഒരു സെന്റൻസിനെ ഉണ്ടാക്കുന്നതിനെ ഇൻട്രൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നു. അതായത് ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റ് മാത്രം വരുന്നതിനെ നമ്മൾ ഇൻട്രൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നു. ഒബ്ജക്റ്റ് വരാത്തതിനെ കേട്ടോ. കംപ്ലീറ്റ് വിത്തൗട്ട് ആൻ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ് വരാത്ത ഒരു സെന്റൻസിനെ നമ്മൾ ഇൻട്രൻസിറ്റീവ് വേർബ്സ് എന്ന് പറയും. ഓക്കെ, അപ്പം വാട്ട് ഈസ് ആൻ ഇൻട്രൻസിറ്റീവ്? ഇൻട്രൻസിറ്റീവ് എന്ന് പറയുന്നത് ആൻ ഇൻട്രൻസിറ്റീവ് വേർബ് ഈസ് എ വേർബ് ദാറ്റ് ഡസ് നോട്ട് നീഡ് ആൻ ഒബ്ജക്റ്റ് ടു കംപ്ലീറ്റ് ഇറ്റ്സ് മീനിങ്. അതായത് ഒരു ഒബ്ജക്റ്റ് ഇല്ലാണ്ട് തന്നെ ആ സെന്റൻസിനെ മീനിങ്ഫുൾ ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ഇൻട്രൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ കൊടുത്ത് കംപ്ലീറ്റ് വിത്തൗട്ട് ആൻ ഒബ്ജക്ട്. ദ ബേബി സ്ലീപ്സ് peacefully. She arrived late. They laughed loudly. The action remains with the subject. എന്താണ് ഇതിലൊന്നും എന്ത് ചെയ്തിട്ടില്ല? നമ്മൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടില്ല. സ്ലീപ്സ്, അറൈവ്ഡ്, ലോഫ്ഡ് എന്തൊക്കെയാണ്? വേർബ് ആണ് വരുന്നത്. എന്താ വരുന്നത്? വേർബ്. സ്ലീപ്സ്, സ്ലീപ്പ് എന്താണ്? വേർബ് ആണ്. ദെൻ അറൈവ്ഡ് വേർബ് ആണ്. ലോഫ്ഡ് വേർബ് ആണ്. അപ്പം ഇതിന്റെ സ്ട്രക്ചർ എന്താ വരുന്നത്? ഇൻട്രൻസിറ്റീവ് വേർബിന്റെ സ്ട്രക്ചർ എന്താ വരുന്നത്? സബ്ജക്റ്റിന്റെ കൂടെ വേർബ് മാത്രം ഉണ്ടായിരിക്കുള്ളൂ. എന്താണ്? സബ്ജക്റ്റിന്റെ കൂടെ വേർബ് മാത്രം ഉണ്ടായിരിക്കുള്ളൂ. ഇതിലെന്താണ്? നോ ഒബ്ജക്റ്റ് നീഡഡ്. നമുക്ക് ഇതിന്റെ കൂടെ എന്ത് വേണ്ട? ഒബ്ജക്റ്റ് ഇതിന്റെ കൂടെ വേണ്ട. ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. നമുക്ക് സബ്ജക്റ്റും വേർബും മാത്രമായി. നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ഷീ സ്ലീപ്സ്. ഷീ സ്ലീപ്സ് എന്താണ്? ഷീ സ്ലീപ്സ്. ദെൻ ഇതിന്റെ കൂടെ എന്തില്ല? ഒബ്ജക്റ്റ് വരുന്നില്ല. ഷീ സ്ലീപ്സ്. ഓക്കെ, ഷീ സ്ലീപ്സ്. അത് ആ സെന്റൻസ് കംപ്ലീറ്റ് ആണ്. അവൾ ഉറങ്ങാണ്. അത് ആ സെന്റൻസ് എന്താണ്? ഒരു ഒബ്ജക്റ്റ് ഇല്ലാണ്ട് തന്നെ ആ സബ്ജക്റ്റ് കംപ്ലീറ്റ് ആണ്. ഷീ സ്ലീപ്സ്. ഹി റൺസ് ഫാസ്റ്റ്. ഹി റൺസ് ഫാസ്റ്റ് എന്താണ്? ദെൻ അടുത്ത എക്സാമ്പിൾ ആണ് ഹി റൺസ് ഫാസ്റ്റ്. ഹി റൺസ് ഫാസ്റ്റ്. ഈ സെന്റൻസ് എന്താണ്? കംപ്ലീറ്റ് ആണ്. ഹി റൺസ് ഫാസ്റ്റ്. ഇതിന്റെ കൂടെ എന്ത് ചേർത്തിട്ടില്ല? ഒബ്ജക്റ്റ് ചേർത്തിട്ടില്ല. ഹി റൺസ്. റൺസ് ഹൗ? ഫാസ്റ്റ് നോട്ട് ആൻ ഒബ്ജക്ട്, ജസ്റ്റ് ആൻ ആഡ്വേർബ്. ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് അല്ല, അതൊരു ആഡ്വേർബ് ആണ്. വേർബിനെ വിശേഷിപ്പിക്കുക. റൺസ് എന്ന് പറയുന്ന വേർബിനെ നമ്മൾ ഫാസ്റ്റ്
അതിനെ വിശേഷിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ആഡ്വേർബ് എന്ന് പറയുന്നത്. അപ്പൊ ഹി റൺസ് വാസ്, ഇതിലിപ്പം സബ്ജക്റ്റും വേർബും ആൻഡ് ആഡ്വേർബും കൂടി ചേർന്നിട്ടുള്ള ഒരു സെന്റൻസ്. അതിൽ എന്ത് വരുന്നില്ല? ഒബ്ജക്റ്റ് വരുന്നില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എസ് സബ്ജക്റ്റ് എസ് വി ഒ, സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്. അത് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പോൾ ഒരു സെന്റൻസ് തരികയാണെങ്കിൽ വാട്ട്, ഹൂസ്, ആരെ, എന്ത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. അപ്പൊ വിത്തൗട്ട് ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നില്ല. ഒബ്ജക്റ്റ് യൂസ് ചെയ്യാതെ തന്നെ സബ്ജക്റ്റും വേർബും കൂടി ചേരുമ്പോൾ നമുക്കൊരു സെന്റൻസ്, കംപ്ലീറ്റ് സെന്റൻസ് കിട്ടുന്നതിനെയാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, some verbs can be both transitive and intransitive. Intransitive, the bell rang. Transitive, she rang the bell. ഒരേ സമയം ഒരേ വേർഡ്സ് വരുന്നതിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഇൻട്രാൻസിറ്റീവ് ആൻഡ് ട്രാൻസിറ്റീവ് വേർബ് ഫോം എന്ന് പറയാറുണ്ട്. ഓക്കെ, then next, regular versus irregular verbs. എന്താണ് റെഗുലർ വേർബ്സ് ആൻഡ് ഇറഗുലർ വേർബ്സ്? നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? There are two types of verbs based on how they change in the past tense and past participle forms. ഒരു സെന്റൻസിലെ ടെൻസിലെ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ പാസ്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസിൽ വരുന്നതിനെയാണ് നമ്മൾ റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. റെഗുലർ വേർബ്സ് എന്നാണ് ഡെഫിനിഷൻ വരുന്നത്. എ വേർബ് ദാറ്റ് ഫോംസ് ഇൻ പാസ്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബൈ ആഡിങ് ed ടു ദ ബേസ് ഫോം. അതായത് വേർബിന്റെ ബേസ് ഫോമിന്റെ ഒപ്പം നമ്മൾ ed ചേർക്കുന്നതിനെയാണ് നമ്മൾ റെഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. ബേസ് വേർബിന്റെ കൂടെ നമ്മൾ ed ചേർക്കുന്നതിനെയാണ് റെഗുലർ വേർബ് എന്ന് പറയുന്നത്. എന്താണ്? ബേസ്, അതായത് വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ബേസ് ഫോം എന്ന് ബേസ് വേർബ് എന്ന് പറയുന്നത്. ബേസിന്റെ ഫസ്റ്റ് ഫോമിന്റെ കൂടെ നമ്മൾ ed ചേർത്തതിനെയാണ് നമ്മൾ റെഗുലർ വേർബ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വോക്ക് എന്താണ്? വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. സെക്കൻഡ് ഫോം ആണ് വോക്ക്ഡ്. walked, talked, played, listened. ഇതിന്റെ കൂടെ ലാസ്റ്റ് എന്താ വരുന്നേ? ed ആണ് വരുന്നത്. ലാസ്റ്റ് എന്താ വരുന്നത്? ed ആണ്. അപ്പം ഓർത്തോളെ, ഇതെന്താണ്? റെഗുലർ വേർബ് ആണ്. എന്താണ്? ed വരുന്നതിനെ നമ്മൾ റെഗുലർ വേർബ് എന്നാണ് പറയാ. ed വരുന്നതിനെ റെഗുലർ വേർബ് എന്നാണ് പറയാ. ഓക്കെ, അപ്പം ബേസ് വെർബിന്റെ കൂടെ ed ചേർക്കുന്നതിനെ നമ്മൾ റെഗുലർ വേർബ് എന്ന് പറയുന്നു. ഓക്കെ, എന്താണ് ഇറഗുലർ വേർബ്സ് എന്ന് പറയുന്നത്? ഇറഗുലർ വേർബ്സ് എന്ന് പറയുന്നത് എ വേർബ് ദാറ്റ് ഡസ് നോട്ട് ഫോളോ ദ റെഗുലർ ed ഇൻ ദ ഫോം ആൻഡ് ദ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ed ഫോം ചേർക്കാത്ത വേർബിനെയാണ് നമ്മൾ ഇറഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. അതിന് കൂടെ നമ്മൾ ഗോ ആണെങ്കിൽ വെന്റ്, ഗോൺ, ഗോ, വെന്റ്, ഗോൺ. സീ, സോ, സീ. ബ്രേക്ക്, broke, broken. Be, was or were, be. അപ്പൊ irregular verbs must be memorized as they follow no consistent pattern. അതിനൊരു സ്ഥിരമായ ഒരു പാറ്റേൺ ഇല്ല എന്നാണ് റെഗുലർ വേർബ്സിൽ പറയുന്നത്. അതിൽ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ed ഒന്നും ചേർക്കുന്നില്ല, ed ഫോം ചേർക്കുന്നില്ല, ing ഫോം ചേർക്കുന്നില്ല. ഇത് വേർബിന്റെ സെക്കൻഡ് ഫോം അല്ലെങ്കിൽ തേർഡ് ഫോം ആണ് വരുന്നത്. ഗോ, വെന്റ്, ഗോൺ, സീ, സോ, സീ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ബി, വാസ് or were, be. ഓക്കെ, ഇത് ഈസി ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാം എന്താണ് റെഗുലർ വേർബ്സ് ആൻഡ് എന്താണ് ഇറഗുലർ വേർബ്സ് എന്ന് പറയണേ. ഓക്കെ, then next,